അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ദാരിയാത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. 6 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഈ ആയത്തിൻ്റെ വിഷയം നമ്മളെ മനസ്സിലുണ്ടാവും. പരലോകം ഉണ്ട് എന്നതിന് തെളിവായിട്ട് അള്ളാഹു പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പുകളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ്. അതിൽ കാറ്റ്, അതേപോലെ തന്നെ മേഘം, പിന്നെ കപ്പൽ, അതേപോലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മലക്കുകൾ, ഇങ്ങനെ 4 നമുക്കെപ്പോഴും കാണാൻ കഴിയുന്ന നമുക്ക് ചുറ്റുമുള്ള 4 സൃഷ്ടിപ്പുകളെ പിടിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് കാണാൻ കഴിയാത്ത പരലോകമുണ്ട് എന്ന് തെളിയിക്കുകയാണ് 6 ആയത്തുകളിൽ പഠിച്ചത്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചൊരു വിഷയം അത് നമ്മളെ മനസ്സിലുണ്ടാവണം. അത് ഇന്നത്തെ ക്ലാസ് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലുണ്ടാവണം. ദീന് എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു, നമുക്ക് ഓർമ്മ ഉണ്ടാവും. ദീൻ എന്ന് പറയുന്നത് നമ്മൾ മതം എന്ന അർത്ഥത്തിലാണ് സാധാരണ മനസ്സിലാക്കാറ്. ഖുർആൻ ദീൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം എന്നാണ്. എന്ന് വെച്ചാൽ പിന്നെ കറക്റ്റ് കണക്കും അളവും നിയമങ്ങളുമൊക്കെ ഉള്ള ഒരു സിസ്റ്റം, ഒരു സംവിധാനമാണ് ദീൻ. അപ്പം അതിൽ അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം. അതേസമയം ലോകത്ത് വേറെ ദീനുകളൊക്കെ ഉണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുർആൻ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു തിയറിയാണ്. ആ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ സൃഷ്ടിപ്പുകളൊക്കെ ഇസ്ലാം ദീനനുസരിച്ചു കൊണ്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂവിന് കറക്റ്റൊരു അളവുണ്ട്, അതിൻ്റെ പിന്നെ ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇതളുകൾ അള്ളാഹ് നിശ്ചയിച്ച ആ മെഷർമെൻറ്റിലാണ് ഉള്ളത്. സൂര്യൻ കറക്റ്റായിട്ടാണ് പിന്നെ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. അത് അള്ളാഹിൻ്റെ സിസ്റ്റം അനുസരിച്ചു കൊണ്ടാണ് പോകുന്നത്. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ ഇസ്ലാം ദീൻ അനുസരിച്ചു കൊണ്ടാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം മുസ്ലിങ്ങളാണ്. മനുഷ്യനും ജിന്നുകളും നമുക്കറിയുന്ന ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള 2 സൃഷ്ടിപ്പുകൾ അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവരുടെ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്ലാം ദീനിനെ സ്വീകരിക്കാനാണ് അള്ളാഹു പറയുന്നത്. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, പിന്നെ ഈ കാറ്റും മേഘവും കപ്പലൊക്കെ എന്താണ്, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് കൊണ്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ആ ദീനനുസരിക്കണം എന്നതാണ് കഴിഞ്ഞ ആയത്തുകളുടെ ഒരു വിഷയം. അതേപോലെ തന്നെ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ മഹ്ശറയിൽ അള്ളാഹു വിചാരണ ചെയ്യുന്ന ആ നാളിനെ അള്ളാഹ് പറയുന്നത് യൗമുദ്ദീൻ എന്നാണ്. അതിൻ്റെ കാരണവും നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിലെ ദീനാണ് ഇസ്ലാം ദീൻ. ആ ദീനനുസരിച്ചിട്ട് ഒരാൾ ജീവിക്കുകയും ജീവിക്കാതിരിക്കുകയും ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് തരുന്ന ദിവസത്തിനാണ് യൗമുദ്ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സുന്ദരവും വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ് ദീൻ. അത് വെച്ചുകൊണ്ട് അടുത്ത ആയത്തുകളിൽ ഇത്രയും തെളിവുകൾ മനുഷ്യൻ്റെ മുന്നിൽ പ്രപഞ്ചത്തിലുണ്ട്. വളരെ സിമ്പിളായിട്ട് കാറ്റിനെ നോക്കിയാൽ ഒരാൾക്ക് ദൈവത്തിനെ കണ്ടെത്താൻ കഴിയും. ഇത്രയും സിമ്പിളായിട്ടുള്ള തെളിവുകളുണ്ട്. എന്നാലും അധിക മനുഷ്യരും എന്ത് ചെയ്യുന്നുണ്ട്, ദൈവത്തിനെ നിഷേധിക്കുന്നുണ്ട്, പരലോകമില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഇത് ഖുർആൻ്റെ വലിയൊരു വിഷയമാണ്. അപ്പം നമ്മൾ ആ വിഷയങ്ങൾ പഠിക്കുമ്പം നമ്മൾ കുറേ ക്ലാസ്സുകളിലായിട്ട് ഈ വിഷയം പഠിച്ചതാണ്. അതിൻ്റെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അള്ളാഹു മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് സത്യസന്ധമായ ഒരാളെ അന്വേഷിച്ചിട്ട് ദൈവമില്ല എന്ന് കണ്ടെത്തുന്നതിനെ ഖുർആൻ ഒരിക്കലും എവിടെയും എന്ത് ചെയ്യുന്നില്ല, വിമർശിക്കുന്നില്ല. ഒരാൾക്ക് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാം, അയാൾ സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് ദൈവത്തിനെ കണ്ടെത്തുന്നില്ല. അത് ഖുർആൻ്റെ വിഷയമല്ല, ഖുർആൻ അതിനെ വിമർശിക്കുന്നില്ല. പക്ഷെ ഖുർആൻ പറയുന്ന വിഷയങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ട് ദൈവമില്ല എന്ന് കണ്ടെത്തുന്ന ആ നിലപാട് ശരിക്കും സത്യസന്ധമാണോ എന്നതാണ് അള്ളാഹ് ചോദിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ അന്വേഷിക്കുമ്പം ആ അന്വേഷണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മുടേതായ വീക്ക്നെസ്സുകൾ അതിൽ കയറി വരുന്നുണ്ടോ എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇന്നത്തെ ആയത്തുകൾ സൂറ ദാരിയാത്ത് 7 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ വിഷയം അതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും തെളിഞ്ഞ തെളിവുകൾ നമുക്ക് ചുറ്റുമുണ്ടായിട്ടും മനുഷ്യരെന്തുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്നു? ആ അന്വേഷണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വിഷയം. ഇൻഷാ അല്ലാഹ് ആ ക്ലാസ്സിൻ്റെ ആയത്തിൻ്റെ വാക്കർത്ഥം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ പോവാം. 7-ാമത്തെ ആയത്ത്, സൂറ ദാരിയാത്ത് 7-ാമത്തെ ആയത്ത്. വസ്സമാഇ ദാത്തിൽ ഹുബുക്ക്. അപ്പോൾ വസ്സമാ എന്ന് പറഞ്ഞാൽ
ആകാശം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധാരാളം കാര്യങ്ങൾ പിടിച്ച അള്ളാഹു സത്യം ചെയ്തിരുന്നു. അതേപോലെ ഈ വിഷയമാണ് വസ്സമാ. എന്താണ്? ആകാശം തന്നെയാണ് സത്യം. ഏതാകാശമാണ്? റാത്തിൽ ഹുബുക്ക്. ഹുബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള ഖുറാൻ്റെ ഒരു പദമാണ്, പക്ഷെ വളരെ കുറച്ചേ ഖുറാന് ഉപയോഗിച്ചിട്ടുള്ളൂ. ഹുബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇഴകളെ ചേർത്ത് വെക്കുന്നതിന് ഹുബുക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ പലതരം പാറ്റേണുകളെ, പലതരം കാര്യങ്ങളെ, സ്ട്രാൻഡ്സ് നമ്മൾ പറയില്ല ഇംഗ്ലീഷിൽ. ഇപ്പം മുടിൻ്റെ ഇഴകളൊക്കെ ഓരോന്നിനും ഓരോ ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിനെയൊക്കെ ഇങ്ങനെ ചേർത്ത് ഇഴ പിഴിച്ച് വെക്കുന്നതിന് ഹുബുക്ക് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഹുബുക്കിൻ്റെ അർത്ഥം. ഹുബുക്ക് തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിൽ എന്തുണ്ട്? ധാരാളം സൃഷ്ടിപ്പുകളുണ്ട്. അതിന് ഓരോന്നിനും അതിൻ്റേതായ ഷേപ്പും അതിനോരോന്നിനും അതിൻ്റേതായ പർപ്പസും ഉണ്ട്. പക്ഷേ ഇതിനെ എല്ലാത്തിനെയും ചേർത്തിട്ട് എന്തുണ്ട്? അതിനെല്ലാത്തിനും ഒരു പർപ്പസിൽ ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. വസ്സമായി ദാത്തിൽ ഹുബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ടാകും. നമ്മൾ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ഷേപ്പുകളിൽ മേഘങ്ങളെ കാണാൻ പറ്റും. പക്ഷെ എല്ലാ മേഘങ്ങളും ചേർത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലക്ഷ്യം വരികയാണ്. അത് മഴയാകാം, എന്തുമാകാം. ധാരാളം ഓർബിറ്റുകളും നമുക്ക് പ്ലാനറ്റുകളും എന്ത് ചെയ്യാൻ പറ്റും? ആകാശത്ത് കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ ഹുബുക്കാണ്. എല്ലാം ചേർന്നിട്ട് എന്താണ്? ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് കാണിക്കാനാണ് ഹുബുക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ അതുണ്ടാകണം. ഹുബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സൃഷ്ടിപ്പുകളുണ്ട്, എന്നാൽ ആ സൃഷ്ടിപ്പുകളൊക്കെ വളരെ ടൈറ്റായിട്ട് സുന്ദരമായിട്ടൊരു സിസ്റ്റത്തിൽ ബൗണ്ടാണ്. എന്ന് വെച്ചാൽ വളരെ ബൈൻഡഡ് ആണ്, വളരെ വീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നതാണ് ഹുബുക്ക്. വസ്സമായി ദാത്തിൽ ഹുബുക്ക്. ഇനി അടുത്ത ആയത്ത് പറയുമ്പോഴാണ് ഈ വസ്സമായി ദാത്തിൽ ഹുബുക്ക് പറഞ്ഞതിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാകാം. ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്നക്കും നിങ്ങൾ, ലഫി ആണ്, ഖൗലിൻ അഭിപ്രായം, വർത്തമാനം, മുഖ്തലിഫ്. മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖലഫ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകിൽ വരിക എന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ട് ഖലീഫ അതിൽ നിന്നാണ് വരുന്നത്. ഖലീഫ, ഒരാൾക്ക് പുറകിൽ വരുന്ന ആളാണ് ഖലീഫ. ഖലീഫത്തു റസൂലുള്ള എന്ന് പറയുന്നതൊക്കെ അതാണ്. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങളാണ്. എന്താണ്? വ്യത്യാസങ്ങളെ ഇഖ്തിലാഫ് എന്ന് പറയും. ഖൗലിൻ മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലതരം അഭിപ്രായങ്ങളുള്ളവരാണ് എന്നാണ്. അപ്പം ആദ്യത്തെ ആയത്തുമായിട്ട് സുന്ദരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വസ്സമായി ദാത്തിൽ ഹുബുക്ക്. നമ്മൾ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, യൂണിവേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സൃഷ്ടിപ്പുകളുണ്ട്. പക്ഷെ എല്ലാം ചേർന്നിട്ട് ഒരു സിസ്റ്റത്തിൽ വളരെ സുന്ദരമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് ധാരാളം അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് അള്ളാഹ്ക്ക് പ്രശ്നമല്ല, കാരണം അള്ളാഹു തന്നെ അനുവദിച്ചതാണ്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഒരൊറ്റ അള്ളാഹു എന്ന ആ പോയിന്റിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ സുന്ദരമായിട്ട് അള്ളാഹു. വിഷയം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. വസ്സമായി ദാത്തിൽ ഹുബുക്ക് ഇന്നക്കും ലഫി ഖൗലിൻ മുഖ്തലിഫ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി അടുത്ത ആയത്ത്, എന്തുകൊണ്ടാണ് മനുഷ്യന്, അപ്പോൾ ഞാൻ പറഞ്ഞു ഖുർആൻ്റെ അടിസ്ഥാനം ബേസ് എന്ന് പറയുന്നത് മനുഷ്യന് അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്, അള്ളാഹ് തന്നെ അനുവദിച്ചല്ലോ. എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്? എന്തുകൊണ്ടാണ് ഒരു പൂച്ചകൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതും മരത്തിന് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതും? അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ്. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ എനിക്കുള്ള അഭിപ്രായമല്ല നിങ്ങൾക്ക് എന്ന് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്കും ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഓക്കെയാണ്. ഇത് ഖുർആൻ അനുവദിക്കുന്നതാണ്, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. അള്ളാഹു ഇവിടെ വിമർശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചിന്താ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും നമ്മൾ എവിടെയായിരുന്നു എത്തേണ്ടിയിരുന്നത്? സത്യം കണ്ടെത്തേണ്ടതായിരുന്നു. അത് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് അവിടെ വിഷയം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആകുന്നത് എന്നതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. 9-ാമത്തെ ആയത്തിൽ യുഫക്കു അൻഹു മൻ ഉഫിക്. യുഫക്കു അൻഹു മൻ ഉഫിക്. നിങ്ങൾ അതിൻ്റെ അർത്ഥം നോക്കിയാൽ എൻ്റെ കൂടെ പോകാൻ കഴിയുള്ളൂ കേട്ടോ. യുഫക്കു അൻഹു മൻ ഉഫിക്. ഇഫ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ ഒരു വഴിക്ക് ഇങ്ങനെ പോകുന്ന ഒന്നിനെ ആ വഴിയിൽ നിന്ന് തെറ്റിക്കുന്നതിനെയാണ് ഇഫ്ക്ക് എന്ന് പറയുക. ഇഫ്ക്ക് എന്ന് പറയുന്നത് അതിനാണ്. യുഫക്കു അൻഹു മൻ ഉഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ വഴിയിൽ നിന്നും തെറ്റിക്കപ്പെട്ടത് എന്ത് ചെയ്യുന്നു? ആ വഴിയിൽ നിന്നും തെറ്റുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ വിടുകയായിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വാഭാവികതയിൽ അവനെ വിടുകയാണെങ്കിൽ അവൻ സത്യം കണ്ടെത്തുമായിരുന്നു.
അവൻ തന്നെ വളരെ കരുതി കൂട്ടിക്കൊണ്ട് അവൻ്റെ തെറ്റായ നിലപാട് കൊണ്ട് ആ സത്യമത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് തെറ്റുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പം ഈ വഴി തെറ്റുന്നതിന് നമുക്ക് അറിയുന്ന വേറെ വാക്ക് ഏതാ? ആർക്ക് പറയാൻ കഴിയാം? വഴികേടിന് വലാലത്ത് എന്നാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. വലാലത്ത്, വലാലത്തും ഇഫ്ക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലാലത്ത് എന്ന് പറയുന്നത് ഒരാൾ വഴി തെറ്റിപ്പോകുന്നതിന് പറയുന്നതാണ്. വഴി തെറ്റിപ്പോവുക, ഒരാൾക്ക് വഴി അറിയാതെ വഴി തെറ്റിപ്പോകുന്നതിനാണ് വലാലത്ത് എന്ന് പറയുന്നത്. ഇഫ്ക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇഫ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ ശരിയായ വഴിയിലാണ് പോകാനുള്ള എല്ലാ സാധ്യത ഉണ്ടായിട്ടും അതിനെന്ത് ചെയ്യുന്നു, വളരെ ഒരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിലപാട് കൊണ്ട് ആ വഴിയിൽ നിന്ന് തെറ്റിക്കുന്നതിനെയാണ് എന്ത് പറയുക, ഇഫ്ക്ക് എന്ന് പറയുക. അപ്പോൾ ഈ ആയത്തിൻ്റെ ആശയം അപ്പോൾ നമുക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂന്നിനെയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, വസ്സമായി ദാത്തിൽ ഹുബുക്ക്, നമ്മൾ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല പല വ്യത്യസ്തതകളുണ്ട്, പക്ഷെ എല്ലാം ഒരു സിസ്റ്റത്തിൽ കറക്റ്റാണ്. മനുഷ്യൻ എന്താണ് മുഖ്തലിഫ്, മനുഷ്യൻ എന്താണ് കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സത്യം കണ്ടെത്തുന്നതിന് പകരം അവൻ എന്താ ചെയ്യുന്നത്, അവൻ പല അഭിപ്രായങ്ങളിൽ പല തരത്തിലാണ്. അതിൻ്റെ കാരണം എന്താണ്, അവന് സത്യം കണ്ടെത്താൻ പറ്റുമായിരുന്നു, പക്ഷെ അവൻ എന്ത് ചെയ്തു, അവൻ്റെ തെറ്റായ നിലപാട് കൊണ്ട് ആ സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് അവനെ തന്നെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ഇഫ്ക്ക് ഖുറാനിൽ ഉപയോഗിച്ചൊരു സ്ഥലമാണ് സൂറ ഷുഅറ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇഫ്ക്ക് എന്താണെന്ന് മനസ്സിലാവും. ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലുൽ ഷയാത്തീൻ. അള്ളാഹ് പറയാണ്, നമ്മളോട് ചോദിക്കുകയാണ്, ആരെയാണ് ഷെയ്ത്താൻ ബാധിക്കുക എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ആരെയാണ് ഷെയ്ത്താൻ? നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷേ ഷെയ്ത്താൻ ആരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, തനസ്സലു അലാ കുല്ലി അഫാക്കിൻ അസീം. ആരെയാണ് ഷെയ്ത്താൻ ബാധിക്കുക? സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളെയാണ് ആര് ബാധിക്കുക? ഷെയ്ത്താൻ ബാധിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് എന്താണ്, ആ ഒരു പ്രലോഭനത്തിൽ ഞാൻ വീണുപോയി എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. വീഴാൻ റെഡിയായിട്ട് നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഷെയ്ത്താൻ ബാധിക്കുന്നത് എന്നത്. അപ്പോൾ ഇഫ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലാലത്തല്ല. ഇഫ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പോകാൻ വേണ്ടി നമ്മൾ തന്നെ പണിയെടുക്കുന്ന ആ ഒരു പണീനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇനി 10-ാമത്തെ ആയത്തിൽ രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താണ്, മനുഷ്യൻ തെറ്റിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ പ്രശ്നം ഇഫ്ക്കാണ്. വാക്കുകൾ, കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലുണ്ടാകണം ഇൻഷാ അല്ലാഹ്. 10-ാമത്തെ ആയത്ത് ഖുതിലൽ ഹറാസൂൻ. ഹറാസൂൻ അടുത്ത കൺസെപ്റ്റാണ്. ഹറാസൂൻ, ഹർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങളില്ലാതെ ഒന്നിനെക്കുറിച്ച് വളരെ കോൺഫിഡൻറ്റോടുകൂടി അഭിപ്രായം പറയുന്നതിനെയാണ് ഹർസ് എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല, പക്ഷെ നാളെ മഴ പെയ്യന്നെ ഇല്ല. അതാണ് ഹർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഊഹം ആണ്, ഊഹത്തിൻ്റെ പിതാവാണ് എന്ന് വെച്ചാൽ അങ്ങേ എക്സ്ട്രീമാണ്. അതാണ് ഊഹത്തിൻ്റെ വലിയ സംഭവമാണ് ഹർസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല, പക്ഷെ കോൺഫിഡൻറ്റോടുകൂടി അസ്യൂം ചെയ്യും, അസംഷനിൽ ചെയ്യുന്ന മാത്രമല്ല അതിൽ നിലപാടെടുക്കും. ഖുതിലൽ ഹറാസൂൻ. എന്തുകൊണ്ടാണ് മനുഷ്യൻ സത്യം കണ്ടെത്താത്തതിൻ്റെ രണ്ടാമത്തെ കാരണം ഊഹങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഊഹത്തിന് ഖുർആൻ ഉപയോഗിച്ച മറ്റൊരു വാക്ക് ഏതാ? ആർക്ക് പറയാൻ കഴിയാം? ലന്ന്. ലന്നും ഹർസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലന്ന് ഖുർആൻ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയുടെ തുടക്കമാണ് ലന്ന്. നമ്മളെ ചിന്ത തുടങ്ങുമ്പം എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഉണ്ടായിക്കൊണ്ടൊന്നില്ല, അസംഷനാണ് നമ്മുടെ ചിന്ത തുടങ്ങുമ്പോൾ. ലന്ന് എന്താണ്, ശരിയുമാകാം തെറ്റുമാകാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലന്ന് വെച്ച് തുടങ്ങിയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശരിയായ നിലപാടിലെത്താണ് വേണ്ടത്. ലന്നിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരാൾ നിലപാടെടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് തെറ്റാണ്. ഹർസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഹർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻറ്റോട് കൂടി ഊഹത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിലപാടെടുക്കുന്നതാണ് ഹർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഖുതിലൽ ഹറാസൂൻ എന്നുള്ളതാണ്. ഇനി അടുത്തത് 11-ാമത്തെ ആയത്തിൽ മൂന്നാമത്തെ സ്വഭാവം. അപ്പോൾ ഒന്നാമത്തെ സ്വഭാവം എന്താണ്? ഇഫ്ക്ക്. രണ്ടാമത്തത് ഹർസ്. മൂന്നാമത്തത് കുറച്ചും കൂടി കൂടിയ ഒരു പ്രശ്നമാണ്. നമ്മളൊക്കെ പ്രശ്നമാണ് ഇത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഏതോ ജെയിംസിനെയോ വിജയനെയോ ഒന്നും ആലോചിക്കരുത്. നമ്മളെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം കണ്ടെത്താത്തത് ആരാണോ അവരൊക്കെ ഈ പ്രശ്നമുള്ള ആൾക്കാരാണ്. 11-ാമത്തെ ആയത്തിൽ അല്ലദീനഹും ഫീ ഗംറത്തിൻ സാഹൂൻ. സുന്ദരമായ പ്രയോഗമാണ്. അവർ ഫീ ഗംറത്തിൻ, ഗംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവലപ്പ് ചെയ്യാന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടുക എന്നാണ് അർത്ഥം.
അവരെന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു 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 കുമിളൻ്റെ ഉള്ളിലാണ്. നമ്മൾ തന്നെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കുറേ ഊഹങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഒരു ഒരു കുമിള ഉണ്ടാക്കും. അപ്പം എൻ്റേതായ ഒരു മത കൺസെപ്റ്റ് ഉണ്ടാവും. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുമിള, എന്താണ് ദൈവമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുമിള അതിൻ്റെ ഉള്ളിലാണ്. ഫി ഹംറത്തിൻ സാഹൂൻ. സാഹൂൻ എവിടെയാണ് കേട്ടില്ല? 2 പ്രാവശ്യം ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ഏതാ? വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. സാഹൂൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയാണ്, അശ്രദ്ധ. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ബൗണ്ടറിക്കുള്ളിൽ, ഒരു കുമിളക്കുള്ളിൽ അശ്രദ്ധരായിട്ട് എന്ത് ചെയ്യാണ് അവർ കിടക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എണ്ണവും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ പാറ്റേൺ നമുക്ക് കിട്ടും. എന്താണ് സൈക്കോളജിക്കൽ പാറ്റേൺ? ഒരാളുടെ ചുറ്റും സത്യമുണ്ട്, പക്ഷെ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളേതായിട്ടുള്ള ഒരു ഹംറ, ഒരു 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 ഫുള്ളൊരു കുമിള, ഒരു ബലൂണ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അശ്രദ്ധമായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ധാരാളം ഹർസ്, ഊഹങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഞാൻ പറയുകയാണെന്ത്, ഈ ലോകം ദൈവമല്ല ഉണ്ടാക്കിയത്, നേച്ചറാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ തിയറീസ് ഉണ്ടാക്കും. അതാണ് ഹർസ്. ഇഫ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു? നേരായ വഴിക്ക് മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ എത്താവുന്ന ഞാൻ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് തെറ്റുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ഞാൻ സത്യം കണ്ടെത്താതെ ഇഖ്തിലാഫിൽ കഴിയുന്നു എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വേണം. ഖുർആൻ സൈക്കോളജിക്കൽ ബ്രില്യൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടാവ് അള്ളാഹു ഒരാൾ നേർക്ക് നേരെ സത്യത്തെ നിഷേധിക്കുന്നതിനെ കുറിച്ചൊന്നും ഖുർആൻ പറയുന്നത് തന്നെ ഇല്ല. ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിയാൽ എന്തുകൊണ്ടാണ് നമ്മൾ സത്യം കണ്ടെത്താത്തതെന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രശ്നം ഇതാണ്. നമ്മളേതായ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയാത്തത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ദൈവത്തിനെ കണ്ടെത്തണോ, നിങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പ് നോക്കിയാൽ മതി. വിരൽ തുമ്പ് മാത്രം നോക്കിയാൽ അള്ളാഹിനെ കണ്ടെത്താൻ കഴിയും. അത്രയും സിമ്പിളാണ്. പക്ഷെ വിരൽ തുമ്പിലുള്ള സത്യത്തെ പോലും കണ്ടെത്താത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ പറയുന്ന ഈ സാധനങ്ങളാണ്. ഇനി അടുത്ത ആയത്തിൽ ഇങ്ങനത്തെ ആൾക്കാർ എത്തിപ്പെടുന്നതിൽ നിന്നുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അവർ ചോദിക്കുകയാണ് 12ാമത്തെ ആയത്തിൽ, യസ്അലൂന അയ്യാന യൗമുദ്ദീൻ. അവർ ചോദിക്കും എന്ത്? എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുക? എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കുന്നത്? എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന അറിഞ്ഞിട്ട് എന്താ കാര്യം? എപ്പോഴാണ്? എന്താണ് ഖിയാമത്ത് നാൾ? എന്താണ് മഹ്ശറ? എന്താണ് പരലോകം? എന്തിനാണ് പരലോകം എന്ന വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഡിബേറ്റിൽ നിൽക്കാതെ അതിനെ വഴിതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ഇത് ഉണ്ടാകുക, അള്ളാഹ്ക്ക് കൈയുണ്ടോ, അള്ളാഹ്ക്ക് കാലുണ്ടോ എന്നുള്ള വെറും ഒരർത്ഥവും ഇല്ലാത്ത ചോദ്യങ്ങളിൽ എന്ത് ചെയ്യും ഇവർ നിൽക്കും. എന്നിട്ട് അള്ളാഹു അതിനെ ഡിസ്മിസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന മറുപടി യൗമഹും അലന്നാരി യുഫ്തനൂൻ. അവരോട് പറയും എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹ് എന്താ പറയേണ്ടത്? ശരിക്കും ഡിസംബർ 12 പറഞ്ഞിട്ടാണല്ലോ ഇതിന് ഉത്തരം പറയേണ്ടത്. അങ്ങനെയല്ല. അള്ളാഹ് പറയുന്നത് എന്താണ്? ആ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ നരകത്തിൽ കത്തിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനെ പരിഗണിക്കുക പോലും ചെയ്യാതെ അള്ളാഹു അതിനെന്ത് ചെയ്യാണ്? മറുപടി പറയാണ്. എന്നിട്ട് 14ാമത്തെ ആയത്തിൽ ദൂക്കു ഫിത്നത്തക്കും, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ശിക്ഷ അനുഭവിക്കുക. ഹാദല്ലദീ കുൻതും ബിഹി തസ്തഅ്ജിലൂൻ, നിങ്ങൾ ധൃതി കൂട്ടിയ ഈ ശിക്ഷ ഇതാണ് എന്നുള്ളത്. ഇതാണ് 7 മുതൽ 14 വരെയുള്ള ആയത്ത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം. എന്താണ് ഈ ആയത്തിൻ്റെ സമ്മറി? ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള ആശയമാണ് ആയത്ത് പറയുന്നത്. പ്രപഞ്ചത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഇസ്ലാം ദീൻ, അള്ളാഹിൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളും എന്ത് ചെയ്യണം? അതിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇഫ്ക്കും ഹർസും പിന്നെ അമ്രത്തും അതേപോലെ തന്നെ സാഹൂൻ എന്നുള്ള സ്വഭാവങ്ങളെ മറികടന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നമുക്ക് ആ ക്യാരക്ടറിൽ സത്യം കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ 2 പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്നാമത്തെ വിഷയം സൃഷ്ടിപ്പിലെ വൈവിധ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഇൻ ക്രിയേഷൻ, അതാണ് ഒന്നാമത്തെ വിഷയം. 2, മനുഷ്യന് ഇത്രയും ഡൈവേഴ്സ് ആകുമ്പോഴും ആ ഡൈവേഴ്സിറ്റിനെ ശരിക്കും മനസ്സിലാക്കാതെ സത്യത്തെ കാണാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ വിഷയം സൃഷ്ടിപ്പിലെ വൈവിധ്യം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതമാണ് പ്രപഞ്ചം. യൂണിവേഴ്സ് എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മഞ്ഞപ്പൂവ് മാത്രം അള്ളാഹ്ക്ക് സൃഷ്ടിച്ചാൽ പോരായിരുന്നോ?
എന്തിനാണ് ഒരു പൂന്തോട്ടം മുഴുവൻ എത്ര കളറുകളുള്ള പൂവുകളാണ്. ഒരു പക്ഷി മാത്രം പ്രപഞ്ചത്തിലുണ്ടായ പോരായിരുന്നു, എത്ര തരം പക്ഷികളാണ്. ഒരു തരം മനുഷ്യൻ മാത്രമായ പോലെ കറുത്തവന്, ബ്രൗണ്, വൈറ്റ്, എത്ര പ്രപഞ്ചം നോക്കിക്കഴിഞ്ഞാൽ വൈവിധ്യങ്ങളാണ് അള്ളാൻ്റെ സൃഷ്ടിപ്പിൻ്റെ ബേസ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഓപ്ഷണലായിട്ടുള്ളതല്ല, വൈവിധ്യം ഉള്ളത് കൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസ്. ഇത് സയൻറ്റിഫിക്കലി തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇലക്ട്രോൺ ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല, പ്രോട്ടോൺ ഇല്ലാതെ നിൽക്കാൻ കഴിയില്ല. ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആറ്റത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. രാത്രി ഉണ്ടാകണം, പകലും ഉണ്ടാകണം, വെളിച്ചവും ഇരുട്ടും വേണം, സങ്കടവും എന്ന് വേണം, സന്തോഷവും വേണം. ഇതെല്ലാം ഇങ്ങനെ ആണും പെണ്ണും ഉണ്ടാകണം, മനുഷ്യനും മൃഗവും ഉണ്ടാവണം. ഇതെല്ലാം നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്തുണ്ട് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഇതാണ് സൃഷ്ടിപ്പിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇതാണ് ഇത് സുന്ദരമായി പഠിപ്പിക്കുന്ന. ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു മിനിമം 50 ആയത്തുകളെങ്കിലും ഖുർആനിൽ എടുക്കാൻ പറ്റും. അള്ളാഹു നിരന്തരം സൃഷ്ടിപ്പിൽ വൈവിധ്യം എന്ന് അതിൽ ഒരൊറ്റ ആയത്ത് മാത്രം പറയാം. അതിൽ സൂറ റൂമിലെ 19 മുതൽ 30 വരെയുള്ള ആയത്താണ്. നമ്മൾ ചിലപ്പോൾ വായിച്ച ആയത്തായിരിക്കും. നിങ്ങൾ ഈ ആയത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ മെല്ലെ ഇരുന്ന് ഞാൻ പറയുന്ന ഓരോന്നും നിങ്ങൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് കണ്ടുപോകുക. യുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യത്ത്, മരിച്ചതിൽ നിന്നും അള്ളാഹു എന്ത് ചെയ്യുന്നു, ജീവിതം ഉണ്ടാക്കുന്നു. ഡൈവേഴ്സിറ്റിയാണ്. വ യുഹ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവനിൽ നിന്നും മരിച്ചതിനെ അള്ളാഹു ഉണ്ടാക്കുന്നു. വ യുഹ്യിൽ അർള ബഅദ മൗതിഹ, ഭൂമിയെ വരണ്ടതിന് ശേഷം അള്ളാഹു എന്ത് ചെയ്യുന്നു, അതിന് ജീവൻ കൊടുക്കുന്നു. വ കദാലിക തുഖ്റജൂൻ, അങ്ങനെയാണ് നിങ്ങളെ പുറത്തിടുന്നത്. എന്നിട്ട് പറയാണ് വമിൻ ആയാത്തിഹി, അള്ളാനെ കണ്ടെത്തുന്ന പ്രൂഫുകളിൽ ഒന്നാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ ഉണ്ടാക്കി എന്നുള്ളത് അള്ളാനെ കണ്ടെത്താനുള്ള പ്രൂഫിലൊന്നാണ്. ഇത് ഏതിനു ശേഷം പറയുന്നത്, ജീവനിൽ നിന്നും മരണത്തിൽ നിന്നും ജീവിതം എന്ന ഡൈവേഴ്സിറ്റി പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുകയാണെന്ത്, നമ്മളിൽ നിന്ന് തന്നെ ഒരു ഇണ ഉണ്ടായി എന്നുള്ളത് അള്ളാഹ് ഉണ്ട് എന്നതിൻ്റെ പ്രൂഫാണ്. വമിൻ ആയാത്തിഹി, അടുത്ത പ്രൂഫ്, അള്ളാനെ കണ്ടെത്താനുള്ള പ്രൂഫാണ് ഖൽഖുസ് സമാവാതി വൽ അർള്, സമാവാത്ത് മാത്രമല്ല എന്ത്, അർളും ഉണ്ട്. വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും, നിങ്ങളുടെ ഭാഷയിലും വർണ്ണങ്ങളിലുമുള്ള വൈവിധ്യം എന്ന് പറയുന്നത് അള്ളാഹ് ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അള്ളാഹ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ആക്സിഡൻ്റ് ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം പിന്നെ നമ്മളുടെ പ്രപഞ്ചം നിറയെ ഡൈവേഴ്സിറ്റിയാണ്, വൈവിധ്യമാണ് എന്നുള്ളത് ഖുർആൻ്റെ ഒരു ബേസാണ്. തൗഹീദ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്തതൊക്കെ പിന്നെ രണ്ടാണ്, അള്ളാഹു അല്ലാത്തതൊക്കെ ഡൈവേഴ്സാണ്. അതുകൊണ്ടാണ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, വലം യകുല്ലഹു കുഫുവൻ അഹദ്, ബാക്കിയൊക്കെ ഡൈവേഴ്സാണ്. എല്ലാത്തിനും പെയർസ് ഉണ്ട്. രണ്ടെണ്ണം ഇല്ലാതെ ഒന്നിനും നിൽക്കാൻ കഴിയില്ല. ആറ്റത്തിന് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടോണും നമുക്ക് ജീവിക്കാൻ കഴിയില്ല, പെണ്ണില്ലാതെ ആണിന് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹു വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്നതാണ് ഖുർആൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇത് പ്രപഞ്ചത്തിലെ വൈവിധ്യം. ഇനി ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം എന്താണ്, മനുഷ്യൻ്റെ അഭിപ്രായ വ്യത്യാസമാണ് വിഷയം. മനുഷ്യൻ്റെ അഭിപ്രായ വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ട് നിറഞ്ഞതാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു കാര്യം പറയുമ്പം എൻ്റെ മുന്നിലുള്ള നിങ്ങൾ ഓരോരുത്തരും ഓരോന്നാണ് കേൾക്കുന്നത്. ഈ പിന്നെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു കോട്ട് പറയുന്നത് പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നാണ്. പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കൂല. എങ്ങനെ പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുക, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ ഫിൽറ്ററിലേ കേൾക്കുള്ളൂ. ഒരാൾക്ക് 100% ഒരു ഇൻഫർമേഷൻ മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയില്ല. അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലെ വളരെ, എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്, ഇത് അള്ളാഹ് വേണമെന്ന് വെച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്താ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടാണ് മനുഷ്യന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ഖുർആൻ പറയുന്നത്, ഈ ഇന്നത്തെ ആയത്തിൻ്റെ വിഷയം, ഖുർആൻ പറയുന്നത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാണ്ടായിട്ട് എല്ലാവരും ഒരേപോലെ ഒരേ അച്ചിൽ ഒരേപോലെ ആകുന്നതിനെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിൻ്റെ സോഴ്സിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ടാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്, ആ സോഴ്സ് കറക്റ്റായാൽ പ്രശ്നമില്ല. ആ സോഴ്സ് തെറ്റാകുന്നതിനെ കുറിച്ചാണ് എന്ത് പറയുന്നത് ഇന്നത്തെ കാര്യത്തിൽ പറയും. ഞാനതിനെ വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് മനുഷ്യന് പലതരം അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്? ഖുർആൻ പറയുന്നത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. ഒന്നാമത്തത്,
ഒരു വിഷയം പറയാൻ നോക്കുക, ഒരാളോട് രണ്ട് പേരോട് ഒരു വിഷയം പറയാൻ നോക്കുക. അപ്പോൾ കുറേ ഫിൽറ്ററുകളുണ്ട് നമുക്ക്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വിഷയം ഒരു 2-3 വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ, ആ വാക്ക് ആ ആശയങ്ങളുടെ ഉള്ളിൽ വരുള്ളൂ. എന്ത് ചെയ്താലും അതേ വരുള്ളൂ. എന്തൊക്കെയാണ് നമുക്കുള്ള ഫിൽറ്ററുകൾ? എന്താണ് ഖുർആൻ കറക്റ്റ് ചെയ്യാൻ പറയുന്നത്? ഒന്നാമത്തെ ഫിൽറ്റർ പ്രയർ എക്സ്പീരിയൻസ് ഒരു ഫിൽറ്ററാണ്. പ്രയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിരന്തരം പ്രളയമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ വരിക എന്ന് നോക്കുക. ഇപ്പം കേരളത്തിനൊക്കെ ഇപ്പോൾ പറയേണ്ട അവസ്ഥയാണ് ഇപ്പം നിരന്തരം പ്രളയം ഉള്ള സ്ഥലം. അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിപ്പൈൻസ് നിങ്ങൾ എടുത്ത് നോക്കുക, നിരന്തരം പ്രളയമുള്ള, എപ്പോഴും മഴ കൊണ്ട് നല്ല സുന്ദരമായിട്ട് കവിതയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ വരിക എന്ന് നോക്കുക. 2 പേരോടും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം സാധനങ്ങളാണ് അവരെ മനസ്സിലേക്ക് പോവുക. ഒരാൾക്ക് അതൊരു അലേർട്ട്നെസ്സാണ് വരിക, മറ്റേ ആൾ എന്ത് ചെയ്യും, മഴ എന്ന് പറയുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു സാധനമായിട്ട് വരിക. ഇതിന് വേറെ സുന്ദരമായിട്ട് വേറെ കാര്യം പറ്റും. നമ്മുടെ ഒരു ജനറേഷൻ്റെ 80s ജനറേഷനോട് മഴ എന്ന് പറയുന്നതല്ല ഇപ്പോഴത്തെ കേരളത്തിലെ ജനറേഷനോട് മഴ എന്ന് പറഞ്ഞാൽ 2 പേരും 2 ഇൻഫർമേഷൻ. അപ്പോൾ ഇതൊരു ഫിൽറ്ററാണ്. പ്രയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഫിൽറ്ററാണ്. ഖുർആൻ പറയുന്നത് നമ്മൾ സത്യത്തിനെ കാണുമ്പം ഈ പ്രയർ എക്സ്പീരിയൻസ് ഒരു ഫിൽറ്റർ ആകുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുക, നമുക്കൊരു പ്രശ്നമാകുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സത്യം കാണാൻ തടസ്സമാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. രണ്ടാമത്, നമ്മളുടെ അറിവ് ഒരു ഫിൽറ്ററാണ്. അറിവ് പലതരം അറിവുണ്ടാകുമ്പോൾ പലതരം അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു റൂമിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെയും ഒരു പാട്ടുകാരനെയും അയച്ചാൽ എന്താ സംഭവിക്കുക? 2 പേരും 2 സാധനങ്ങളാണ് നോട്ടീസ് ചെയ്യുക. ഒരാളിലെ 2 സാധനങ്ങളാണ് നോട്ടീസ് ചെയ്യുക. അറിവ്, എത്ര അറിവുണ്ട് എന്നുള്ളത് എന്ത് കേൾക്കുന്നു എന്നുള്ളതിനെ ഇതാക്കും. ഒരാളുടെ ഫുള്ളി യുക്തിവാദം, കുറേ ദൈവനിഷേധം, കുറേ മതത്തിനെ കുറിച്ചുള്ള ബാഡ് എക്സ്പീരിയൻസുകളാണ് അറിവ് അയാളുടെ ബേസിലാണെങ്കിൽ, നിങ്ങളൊരു കാര്യം പറയുമ്പോൾ തന്നെ അയാൾ എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ഒരാൾ മദ്രസയിൽ നിന്ന് പഠിച്ചു വന്ന് ഖുർആൻ ക്ലാസ്സിലൊക്കെ വന്ന് ഒരു മുസ്ലിം കുടുംബത്തിലൊക്കെ വന്ന ഒരാളോടൊരു കാര്യം പറയുമ്പം അയാൾ വേറെ രീതിയിൽ, ഇതൊരു ഫിൽറ്ററാണ്. രണ്ടാമത്തെ ഫിൽറ്റർ ഇതാണ്. മൂന്നാമത്തെ ഫിൽറ്റർ, നമുക്ക് ഒരേ സമയം എല്ലാം ശ്രദ്ധിക്കാൻ കഴിയില്ല. ഒരു റൂമിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരേ സമയം എല്ലാം ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ശ്രദ്ധിക്കുക. നിങ്ങളൊരു സ്ത്രീയെ, ഒരു പെണ്ണിനെയും ഒരാണിനെയും ഒരു റൂമിൽ അയച്ചു നോക്കുക. ആ പെണ്ണ് ശ്രദ്ധിക്കുന്ന കാര്യവും വ്യത്യസ്തമായിരിക്കും, ആണ് ശ്രദ്ധിക്കുന്ന കാര്യവും വ്യത്യസ്തമായിരിക്കും. എന്തിനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് എന്തിനെയാണോ അറ്റൻഡ് ചെയ്യാതെ നമ്മൾ പറയാറില്ലേ, ഇത്രയും അത്ഭുതമാണ് ശരീരമായിട്ടും എന്തുകൊണ്ടാണ് ഡോക്ടർമാർക്ക് വിശ്വാസികളാകാത്തത് നമ്മൾ പറയാറില്ലേ. എന്ന് പറഞ്ഞാൽ അത്രയും സത്യം മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സത്യം കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. എന്താണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ നിമിഷത്തിൽ എന്താണ് അയാൾ ശ്രദ്ധിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ആ ശ്രദ്ധിക്കുന്ന ഫിൽറ്റർ മാറിയിട്ട് ഒരു നിമിഷത്തിൽ ആ അത്ഭുതം കണ്ടെത്തുന്നിടത്താണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ദൈവത്തിനെ കണ്ടെത്തുന്നത്. ഖുർആൻ പറയുന്നത് നമ്മുടെ ഈ ഫിൽറ്ററിനെ നമ്മൾ അന്വേഷിക്കുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്, ഓരോ പേഴ്സണാലിറ്റിയും ഓരോ ഫിൽറ്ററാണ്. വളരെ ദേഷ്യമുള്ള ഒരാൾ ഒരു കാര്യം കേൾക്കുന്ന മാതിരിയല്ല വളരെ കൂളായിട്ട് കേൾക്കുന്ന ഒരാൾ ഒരു കാര്യം കേൾക്കുക. നിങ്ങൾ ഒരു ഡേഞ്ചറിനെ കുറിച്ച് പറയുമ്പം വളരെ ദേഷ്യം പിടിക്കുന്ന ഒരാൾ റിയാക്ട് ചെയ്യുന്ന പോലെയല്ല എന്ത് ചെയ്യുക മറ്റേ റിയാക്ട്. ഇതെന്ത് ചെയ്യാണ്, മറ്റൊരു ഫിൽറ്റർ. അതുകൊണ്ടാണ് ഖുർആൻ പലപ്പോഴും എന്ത് ചെയ്യാണ്, കോപത്തെക്കുറിച്ചും ഇമോഷനെ കുറിച്ചും പറയുന്നത് അതുകൊണ്ടാണ്. അഞ്ചാമത്തെ ഫിൽറ്റർ, പിന്നെ നമ്മൾ ഏത് ഇമോഷനിലാണുള്ളത്, നമ്മളൊരു സമയത്ത് ഏത് വികാരത്തിലാണ് ഉള്ളത്, അതനുസരിച്ച് നമ്മൾ സത്യം കേൾക്കുന്നത് വ്യത്യാസമാവും. നമ്മൾ വളരെ ദേഷ്യം പിടിച്ചിരിക്കുമ്പം ഒരു കാര്യം കേൾക്കും, നമ്മൾ വിശന്നിരിക്കുമ്പം. അതുകൊണ്ടാണ് വിശക്കുമ്പോൾ നമസ്കരിക്കരുത് എന്ന് പറയാനുള്ള കാരണം, വിശപ്പുണ്ടാകുമ്പം നമ്മൾ നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നതല്ല, വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണോ നമ്മുടെ ഉള്ളിലെ ഇമോഷൻ, അത് ഇപ്പം നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഏത് ഇമോഷനിലാണോ അതനുസരിച്ച് ഞാൻ പറയുന്നത് എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾ കേൾക്കുള്ളൂ. അപ്പോൾ ഈ ഫിൽറ്ററിനെയും എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അഭിപ്രായ വ്യത്യാസം സത്യസന്ധമാവുള്ളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി സൂറ മാഇദയിൽ അള്ളാഹു പിന്നെ നീതിയെക്കുറിച്ചൊരു ആയത്ത് പറയുന്നുണ്ട്. അതിൽ അള്ളാഹ് പറയുന്നത്, വലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു എന്ന് പറഞ്ഞാൽ എന്താണ്? വലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജനതയോടുള്ള ദേഷ്യം അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾക്ക് കാരണമാകരുത് എന്ന് പറഞ്ഞാൽ എന്താണ്?
നീതി കാണിക്കണം എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇമോഷണലി ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒരാളോട് ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ആ നീതി കാണിക്കാതിരിക്കാൻ നമ്മൾ ആ ഫിൽറ്റർ അതിന് നമ്മൾ എന്ത് ചെയ്യും? കാരണം അള്ളാഹ് പറയുന്നത് ഒരു ജനതയോടുള്ള ദേഷ്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരോട് അനീതി കാണിക്കാൻ കാരണമായത്. അപ്പം ഇമോഷൻ എന്ന് പറയുന്നത് ഒരു ഫിൽറ്ററാണ്. ആറാമത്തത്, ഇത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ് കൺഫർമേഷൻ ബയസ്. കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സത്യത്തിന് അനുകൂലമായ സാധനങ്ങളെ നമ്മൾ കേൾക്കുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇസ്ലാം വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു മതമാണ് എന്നതാണ് നമ്മുടെ കൺസെപ്റ്റ് എങ്കിൽ നമ്മൾ ഖുർആൻ എടുത്തിട്ട് നമ്മൾ എത്ര ആയത്ത് ഓതിയാലും നമ്മൾ കാണുന്ന ആയത്ത് യുദ്ധത്തിനെ കുറിച്ചുള്ള ആയത്തായിരിക്കും. നമ്മുടെ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇന്ന ദേശക്കാർ വളരെ വൃത്തിയില്ലാത്തവരാണ് എന്നാണ്. ഞാൻ ആ പേര് പറയുന്നില്ല, നമ്മൾ ഇങ്ങനെ വളരെ പറഞ്ഞു പോകുന്ന ഇന്ന ദേശക്കാർ വൃത്തിയില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ആ ബയസിനെ കൺഫേം ചെയ്യുന്നതേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ കേൾക്കുകയുള്ളൂ. ഇത് വലിയൊരു ഇതാണ്. എന്ന് വെച്ചാൽ ഖുർആൻ നിരന്തരം പറയും, നിങ്ങൾക്ക് സത്യം എത്രയൊക്കെ നോക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഇഷ്ടമുള്ള സത്യത്തിനെ മാത്രം കാണണം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ കാണുള്ളൂ. അതുകൊണ്ടാണ് ഖുർആനിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഖുർആനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ വിശ്വസിക്കുകയും ഇഷ്ടമില്ലാത്തതിനെ കുഫ്ർ ചെയ്യുകയും ചെയ്യരുത് എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഏഴാമത്തത്, കൾച്ചർ വലിയ ബയസാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിൻ്റെ മറ്റൊരു ഫിൽറ്റർ കൾച്ചറാണ്. കൾച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഏത് സംസ്കാരത്തിൽ നിന്നാണ് വരുന്നത് അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ കാണുന്നതിന് അത് വലിയ ഫിൽറ്ററാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു യൂറോപ്യന്, ഞാൻ പിന്നെ നമ്മൾ ഏഷ്യക്കാരെ മോശമാക്കി പറയല്ല, ഇതൊരു ഒരു സത്യമായതുകൊണ്ട് പറയാണ്. ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു അപകടകരമായ സിറ്റുവേഷന് ഒരു യൂറോപ്പ് കാണുന്നു, ഒരാൾ മരിച്ചു എന്നതിനെ കാണുന്നതും എന്താണ് ബംഗ്ലാദേശിൽ ഒരു 100 പേര് മരിച്ചു എന്ന് കാണുന്നതും രണ്ട് രീതിയിലാണ് രണ്ട് കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാർ കാണുക. അപ്പോൾ കൾച്ചർ വലിയ ഒരു ബയസാണ് എന്ന് കാണാൻ പറ്റും. ഇത് പറയുന്ന ഖുർആനിൽ ഈ ഫിൽറ്ററിനെ കുറിച്ച് പറയുന്ന ആയത്താണ്. ഖുറൈശികളോട് നിങ്ങൾ സത്യം കാണണം, സത്യത്തിനെ കാണണം എന്ന് പറയുമ്പോൾ അവർ പ്രവാചകനോട് പറഞ്ഞൊരു കാര്യം, ഖാലു ബൽ നത്തബിയു മാ അൽഫൈന അലൈഹി ആബാഅന എന്നാണ്. നമ്മുടെ പൂർവ്വപിതാക്കൾ എന്താണോ വിശ്വസിച്ചിരുന്നത് അത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത് കൾച്ചറൽ ബയസാണ്. കുറേ കാലമായിട്ട് നമ്മൾ എന്താണോ വിശ്വസിച്ചത് അത് മാത്രം വിശ്വസിക്കുള്ളൂ. ഇങ്ങനത്തെ ആൾക്കാർക്ക് സത്യം കണ്ടെത്താൻ കഴിയില്ല എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ പറ്റും. എട്ടാമത്തത്, ഇതും വലിയൊരു ഫിൽറ്ററാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിൻ്റെ ഫിൽറ്റർ സോഷ്യൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന ഇതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മളൊരു സംഘടനൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. ആ ഗ്രൂപ്പിന് ഇഷ്ടമില്ലാത്ത ഒരു സത്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പരമാവധി ഒഴിവാക്കാൻ നോക്കും. ആ ഗ്രൂപ്പിന് ഇഷ്ടമില്ലാത്തൊരു സത്യം നമ്മൾ ഏറ്റെടുക്കാൻ, ആ സത്യം നമ്മൾ വളരെ പകല് പോലെ ഒരാൾ പറഞ്ഞു തരുമ്പോഴും പരമാവധി എന്ത് ചെയ്യും, അതിനിപ്പം ഏറ്റെടുത്തിട്ട് വലിയ പ്രശ്നത്തിന് നിൽക്കണ്ട എന്നൊരു നിലപാടായിരിക്കും എടുക്കുക. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും, നമ്മളെ വല്ലാതെ ഒരു സത്യം കാണാതെ ആകും. ഇത് പറയുന്ന ഒരായത്താണ്, ഈ ഫിൽറ്റർ മാറ്റണം എന്ന് പറയുന്ന ആയത്താണ് സൂറ അൻആമിൽ 116-ാമത്തെ ആയത്തിൽ, വ ഇൻ തുതിഅ അക്സറ മൻ ഫിൽ അർള്, നിങ്ങൾ ഈ ഭൂമിയിലെ ഭൂരിപക്ഷം ആൾക്കാരെയും അനുസരിക്കാൻ തീരുമാനിച്ചാൽ യുളില്ലൂക അൻ സബീലിഹി, അവരെന്ത് ചെയ്യും, നിങ്ങളെ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കും. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം മനുഷ്യരെയും നമ്മൾ അനുസരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷത്തിന് വേണ്ടി നമ്മൾ സത്യത്തിനെ അനുസരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മളെ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കും എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഒൻപതാമത്തത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫർമേഷൻ ബയസ് പോലെ നമ്മളുടെ ഏറ്റവും വലിയ ഫിൽറ്ററുകളിൽ ഒന്നാണ് നമ്മുടെ ആഗ്രഹങ്ങളും ഈഗോവും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കോട്ടം പറ്റുന്ന ഒരു സത്യവും നമ്മൾ കേൾക്കൂല. നിങ്ങൾ നോക്കി നോക്കുക, എത്ര സംഘടനാ പ്രശ്നങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടക്കുന്നത്. ഒരാൾ പുറത്തുനിന്ന് നോക്കുമ്പം ഒന്നിരുന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ സമ്മതിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോനെ ഹേർട്ട് ചെയ്യും, സ്ഥാനത്തിനെ ഹേർട്ട് ചെയ്യും, നമ്മുടെ ആഗ്രഹങ്ങളെ ഹേർട്ട് ചെയ്യും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കോട്ടം പറ്റുന്ന എത്ര സത്യം ഒരാൾ മുന്നെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യൂല, അതിനെ അംഗീകരിക്കൂല. ആ ഫിൽറ്റർ എന്ത് ചെയ്യും, അപ്പം തന്നെ അത് കേൾക്കാതെ മാറും. ഇത് പറയുന്ന ആയത്താണ് സൂറ നജ്മിൽ 23-ാമത്തെ ആയത്തിൽ, ഈ യത്തബിയൂന ഇല്ലല്ലന്ന് വമാ തഹ്വൽ അൻഫുസ്, അവരെന്താ ചെയ്യുന്നത്, അവരുടെ ആഗ്രഹങ്ങളെയാണ് പിൻപറ്റുന്നത് എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പം എന്താണ് ഈ ആയത്തുകൾ, ഇന്നത്തെ ആയത്തുകൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ,
മനുഷ്യരെന്തുകൊണ്ട് സത്യം കണ്ടെത്തുന്നില്ല, മനുഷ്യർക്ക് എന്തുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനിലെ ഇത്രയും ഫിൽറ്ററുകൾ, ഇത്രയും വീക്ക്നെസ്സുകളെ മറികടന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവന് സത്യം കണ്ടെത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവൻ എത്തിപ്പെടുന്നത് ഇഫ്കിലും ഹർസിലും അതേപോലെ തന്നെ പിന്നെ സാഹൂലിലുമായിരിക്കും എന്നതാണ് ഖുർആൻ പറയുന്ന സത്യം. ക്ലിയറാണ് എന്ന് വിചാരിക്കുന്നു. അപ്പം ഖുർആൻ പറയുന്നത് നമ്മൾക്ക് അഭിപ്രായങ്ങളുണ്ട് എന്നതല്ല വിഷയം, നമ്മളെ അഭിപ്രായങ്ങൾ എങ്ങനെ ഫോം ചെയ്തു എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും ആ അഭിപ്രായങ്ങൾ സത്യസന്ധമായ അന്വേഷണമാണോ, അല്ല അത് നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാകുന്നതാണോ, അല്ല നമ്മുടെ കൺഫർമേഷൻ ബയസ് കൊണ്ട് ഉണ്ടാകുന്നതാണോ എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ് വേണ്ടത് എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൽ പിന്നെ ഖുർആൻ സുന്ദരമായി പറയുന്ന വസ്സമാഇ ദാത്തിൽ ഹുബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ മാത്രം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എത്ര വ്യത്യാസമുണ്ട് അഭിപ്രായമെങ്കിലും ഒരുമിക്കാൻ കഴിയുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം പ്രപഞ്ചമാണ്. ഇത് പഠിപ്പിക്കുന്ന നമ്മൾ സൂറ റഹ്മാനിൽ പഠിച്ച ഒരായത്തുണ്ട്. ആ ആയത്ത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം മനസ്സിലാവും. അള്ളാഹു കടലിനെ പറഞ്ഞുകൊണ്ട് പറയുന്നത് മറജൽ ബഹ്റൈനി യൽതക്കിയാൻ. മറജൽ ബഹ്റൈനി യൽതക്കിയാൻ എന്ന് പറഞ്ഞാൽ മറജൽ ബഹ്റൈൻ, മറജ എന്ന് പറഞ്ഞാൽ വിട്ടുന്നാണ്. അള്ളാഹു എന്ത് ചെയ്യുന്നു, കടലുകളെ, രണ്ട് കടലുകളെ വിട്ടിരിക്കുന്നു. യൽതക്കിയാൻ, യൽതക്കിയാൻ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കടലുകളെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് രണ്ട് വ്യത്യസ്തമായ കടലുകളെ എന്ത് ചെയ്യുന്നു, വിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഹും ലാ യബ്ഗയാൻ. പക്ഷെ അവരൊരിക്കലും എന്ത് ചെയ്യൂല, അള്ളാഹ് നിശ്ചയിച്ച ആ ബർസഹ് ഓവർലാപ്പ് ചെയ്യൂല എന്നുള്ളതാണ്. ഇതാണ് എത്ര വ്യത്യസ്തതകൾ ഉണ്ടാകുമ്പോഴും അള്ളാഹിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് സത്യത്തെ കണ്ടെത്താൻ കഴിയുമെന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആയത്തുകളുടെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ വസ്സമാഇ ദാത്തിൽ ഹുബുക്ക് എന്ന് മുതൽ മുഖ്തലിഫ് മുതൽ പറയുന്ന ഇന്നത്തെ ആയത്തുകളുടെ വിഷയം എന്ന് പറയുന്നത് മനുഷ്യന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാവും. നമ്മളിനി എന്തൊക്കെ ചെയ്താലും മനുഷ്യന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് ഖുർആൻ വിമർശിക്കുന്ന വിഷയമേ അല്ല. സത്യം കണ്ടെത്താൻ വേണ്ടി ഒരാൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതിൻ്റെ സോഴ്സ് എന്താണ്, ആ സോഴ്സ് എന്താണ് എന്ന് കണ്ടെത്തുകയും ആ സോഴ്സ് തെറ്റാണെങ്കിൽ ആ തെറ്റായ സോഴ്സിനെ മറികടക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഖുർആനിൽ ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം അക്കലാണ്. അഫലാ യഅഖിലൂൻ. അക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കെട്ടുക എന്നർത്ഥമാണ്. പിടിച്ചു കെട്ടുന്ന എന്തിനാണ് പിടിച്ചു കെട്ടേണ്ടത്? നമ്മുടെ ദൗർബല്യങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സത്യത്തെ കണ്ടെത്തും. ഒരാൾ പ്ലെയിനായിട്ട് ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയാളെ കൾച്ചർ അതിനെ ബാധിക്കും, അയാളുടെ കൺഫർമേഷൻ അതിനെ ബാധിക്കും, അയാളുടെ ഡിസയേഴ്സ് അതിനെ ബാധിക്കും, അയാളുടെ ആഗ്രഹങ്ങൾ അതിനെ ബാധിക്കും, അയാളുടെ സംഘടന അതിനെ ബാധിക്കും, അയാൾ ഇതുവരെ പറഞ്ഞിരുന്ന എല്ലാ സാധനങ്ങളും അതിനെ ബാധിക്കും. ഒരാൾക്ക് ഇതിനൊക്കെ മറികടന്നുകൊണ്ട് സത്യത്തെ കണ്ടെത്താൻ കഴിയണമെങ്കിൽ പിടിച്ചു വെക്കാൻ കഴിയണം, മറികടക്കാൻ കഴിയണം. ആ മറികടക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹു പറയുന്നത് സത്യസന്ധമായിട്ട് അന്വേഷിച്ചാലേ കഴിയുകയുള്ളൂ. അതാണ് ഇന്നത്തെ ആയത്തുകളുടെ വിഷയം എന്ന് പറയുന്നത്. പടച്ചോൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ളിലും അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു മനസ്സും ചിന്തയും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചോൻ നമ്മൾക്ക് സത്യത്തിന് മുന്നിൽ വരുന്ന നമ്മുടെ എല്ലാതരം ഫിൽറ്ററുകളെയും എല്ലാതരം ദൗർബല്യങ്ങളെയും മറികടക്കാനുള്ള ഒരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.